ഉടമ്പടിയിലുള്ള ഒരു നേർച്ച വസ്തുവാണ് ഉപ്പെന്ന് പറയുന്നത് അല്ലേ. ഉപ്പ് എന്തിൻ്റെ കൂടെ പ്രതീകമാണ്? ഉപ്പ് ദൈവത്തിൻ്റെ അവകാശമാണ്. ലെവ്യ 2:13 അനുസരിച്ചുകൊണ്ട് ഉപ്പെന്ന് പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ജപ്തി നടപടി നടക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ വിൽക്കാത്തൊരു സ്ഥലം, അല്ലെങ്കിൽ നടക്കാത്ത ഒരു കിട്ടാത്തൊരു ജോലി, അവിടെ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? എൻ്റെ കഴിവല്ല, ഇത് ദൈവത്തിൻ്റെ അവകാശമാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. Ephesians 2:8 അനുസരിച്ചിട്ടാണ് ലെവ്യ 2:13 അനുസരിച്ചിട്ട് ദൈവത്തിൻ്റെ അവകാശമാക്കി മാറ്റുകയും. എനിക്കെൻ്റെ മേൽ അവകാശമില്ല, എനിക്ക് യോഗ്യതയില്ലെന്നാണ്. എനിക്ക് ജോലിക്ക് യോഗ്യതയില്ല, കാര്യം എന്നെക്കാൾ യോഗ്യതയുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. പിന്നെ എന്താണ്? ഇത് ദൈവത്തിൻ്റെ അവകാശത്തിലാക്കുന്നതാണ്. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, മറിച്ച് നിൻ്റെ കൃപ കൊണ്ടായിരിക്കും എനിക്കിത് കിട്ടുന്നത്. ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ആ സ്ഥലത്ത് ഉപ്പിടുന്നത്. പക്ഷേ ഉപ്പിടാൻ വേണ്ടി മാത്രം എന്തുമാത്രമുണ്ട്? അതിനുള്ള അധികാരിത വേണം. ദൈവത്തിന് തോന്നണം നീ ദൈവത്തിൻ്റെ ആളാണെന്ന്. അതാണ് വിഷയം. അത് ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നണം. അതിന് നീ സൽപ്രവൃത്തികൾ ചെയ്യണം, ദൈവത്തിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അതൊക്കെ ചെയ്തൊരു ഉപ്പിടുകയാണെങ്കിൽ ഓക്കെയാണ്. അല്ല വീട്ടിൽ ഇവിടെ വന്നിട്ട് നേരെ പോയി ഉപ്പും കൊണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം വെച്ചാൽ നിങ്ങളിൽ ഉപ്പുണ്ടാകാനവർ മാത്രമേ ഉപ്പിടാൻ പാടുള്ളൂ.